നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനം വില്ലനാകുന്നു. പശുക്കളിൽ പാൽ ഉൽപാദനം കുറഞ്ഞു. ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പാൽ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. കേരളത്തിൽ നിന്ന് ആരംഭിച്ച അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കോട്ടയത്ത് സ്വീകരണം. പുതിയ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന കാര്യം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. സംസ്ഥാനത്ത് ജന്തുക്ഷേമ ദ്വൈവാരാചരണത്തിന് തുടക്കം. ജനുവരി 31 വരെ വാരാചരണം. മൃഗങ്ങളോടുള്ള ക്രൂരത തടയുക ലക്ഷ്യം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലും പഴയ പള്ളിയിലും തിരുനാൾ. ജനുവരി 27-ന് കൊടിയേറ്റ്. 30-ാം തീയതി പട്ടണം ചുറ്റി പ്രദക്ഷിണം. വാർത്തകൾ വിശദമായി. ക്ഷീരമേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ശക്തമായ വേനൽ ചൂടിൽ പാൽ ഉൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. പാൽ വില വർദ്ധിപ്പിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് സർക്കാർ. ശക്തമായ വേനൽ ചൂടിൽ പാൽ ഉൽപാദനം കുറഞ്ഞതോടെ ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. വേനലിന്റെ തുടക്കത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ വേനൽ ചൂട് കനക്കുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പാൽ ഉൽപാദനം തീർത്ത് ഇല്ലാതാകുമെന്ന അവസ്ഥയെ ഭയപ്പെടുകയാണ് ക്ഷീരകർഷകർ. ഇതോടൊപ്പം പാൽ ഉൽപാദന ചെലവ് വർദ്ധിച്ചതും തിരിച്ചടിയായി. ചെറുകിട കർഷകർക്ക് താങ്ങാൻ കഴിയാത്ത വിധം ഉൽപാദന ചെലവ് കൂടിയിരിക്കുന്നു. പച്ചപ്പുല്ല് ഇല്ലാതായതും കന്നുകാലികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. പലയിടങ്ങളിലും വിലയ്ക്ക് വാങ്ങിയാണ് പശുക്കൾക്ക് പുല്ല് നൽകുന്നത്. ഏതാനും ആഴ്ചകളായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നതും കോട്ടയത്താണ്. താപനിലയിലുണ്ടായ വ്യത്യാസം പാൽ ഉൽപാദനത്തെ വൻതോതിൽ കുറയ്ക്കാൻ കാരണമായി. കഴിഞ്ഞ 6 മാസമായി പാൽവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ക്ഷീരകർഷകർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും സർക്കാർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പാൽവില വർദ്ധിപ്പിക്കുന്നതിനുള്ള മിൽമയുടെ അധികാരം വിനിയോഗിക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറയുന്നു. പാൽവില വർദ്ധിപ്പിക്കാനുള്ള മിൽമയുടെ അധികാരം അത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ മിൽമയുടെ ചെയർമാൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒത്തുകളിക്കുന്ന ഒരു സമീപനമാണ്. സർക്കാർ സർക്കാരുമായി ചർച്ച ചെയ്തതിന് ഉപരിയായിട്ട് സർക്കാർ അതിനൊരു നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ പാൽവില വർദ്ധിപ്പിക്കാനുള്ള എല്ലാ അധികാരവും മിൽമയിൽ ഉണ്ടെന്നിരിക്കെ അത് എത്രയും വേഗം നടപ്പാക്കിക്കൊണ്ട് കേരളത്തിലെ ക്ഷീരകർഷകരെ സംരക്ഷിക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. നിലനിൽപ്പിനായി പൊരുതുന്ന ക്ഷീരകർഷകരുടെ ആവശ്യം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചില്ലെങ്കിൽ പതിയെ ക്ഷീരമേഖലയും ഇല്ലാതാകുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരളത്തിൽ നിന്ന് ആരംഭിച്ച പുതിയ ട്രെയിനുകൾക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കേരളത്തിൽ നിന്ന് പുതുതായി ആരംഭിച്ച തിരുവനന്തപുരം, ഹൈദരാബാദ്, നാഗർകോവിൽ, മംഗളൂരു എന്നീ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും ഹാരമണിയിച്ചും പൂക്കൾ വിതറിയും ട്രെയിനെ വരവേറ്റു. കോട്ടയം നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി AK ജോസഫ്, സെൻട്രൽ ട്രാവൻകൂർ റബ്ബർ ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി വാളിപ്ലാക്കൽ, സ്റ്റേഷൻ മാനേജർ PG വിജയകുമാർ, ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ മാത്യു ജോസഫ് എന്നിവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ഏറ്റുമാനൂർ, കുറുപ്പന്തറ, വൈക്കം റോഡ്, പിറവം റോഡ്, മുളന്തുരുത്തി, തൃപ്പൂണിത്തറ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചെങ്കിൽ മാത്രമേ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. പുതിയ മംഗളൂരു എക്സ്പ്രസ് ട്രെയിൻ ബാംഗ്ലൂരുവിലേക്ക് നീട്ടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കാണ് ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം ഉള്ളത്. പുതുതായി ആരംഭിച്ച ട്രെയിൻ ബാംഗ്ലൂരിലേക്ക് നീട്ടുകയും എറണാകുളം ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് കോട്ടയത്തേക്ക് നീട്ടുകയും ചെയ്താൽ ഒരു പരിധിവരെ യാത്രാക്ലേശം പരിഹരിക്കാൻ സാധിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് ജന്തുക്ഷേമ ദ്വൈവാരാചരണം തുടങ്ങി. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജന്തുക്ഷേമ ദ്വൈവാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചങ്ങനാശ്ശേരിയിൽ നടന്നു. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അടിസ്ഥാനത്തിൽ കാലക്രമേണ പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആവാസ വ്യവസ്ഥകളിൽ ഉണ്ടായ മാറ്റങ്ങൾ, നഗരവൽക്കരണം, കാലാവസ്ഥാ വ്യതിയാനം, മാനസിക മൂല്യങ്ങളിലെ വ്യതിയാനങ്ങൾ എന്നിവയുടെ ഫലമായി ജന്തു മനുഷ്യ സമ്പർക്കങ്ങളിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കുകയും സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്.
ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷനായി. മൃഗക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ MC റെജിൽ എന്നിവർ വിതരണം ചെയ്തു. ചങ്ങനാശ്ശേരി നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രേഖ ശിവകുമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ മാത്യു ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 15 മുതൽ 31 വരെയാണ് ജന്തുക്ഷേമ ദ്വൈവാരാചരണം നടത്തുന്നത്. മൃഗങ്ങളോടുള്ള ക്രൂരതയും ജന്തുക്ഷേമ നിയമങ്ങളും, പെറ്റ് ഷോപ്പ് നിയമങ്ങൾ, ABC നിയമങ്ങളും, തെരുവ് നായ്ക്കളുടെ പുനരധിവാസവും, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷ ലഘൂകരണം എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പലയിനം കന്നുകാലികളുടെയും ഓമന മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലും കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഡൊമിനിക്കിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി 27 കൊടിയേറും. ജനുവരി 30 വെള്ളിയാഴ്ച വൈകിട്ടാണ് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പഴയ പള്ളിയിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി 27 മുതൽ 31 വരെ നടക്കും. 27-ാം തീയതി വൈകിട്ട് 4:30 കൊടിയേറ്റ്. കത്തീഡ്രൽ വികാരി ആർച്ച് പ്രീസ്റ്റ് കുര്യൻ താമരശ്ശേരി കൊടിയേറ്റും. 28-ാം തീയതി വൈകിട്ട് 4:30 ആഘോഷമായ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുത്തൻ പള്ളിയിൽ നിന്നും പ്രദക്ഷിണം പുറപ്പെടും. 29, 30 തീയതികളിൽ രാവിലെ 5 മണി മുതൽ വിവിധ സമയങ്ങളിൽ കുർബാന അർപ്പിക്കപ്പെടും. 30-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 6:15 ടൗൺ ചുറ്റി ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കുമെന്ന് കത്തീഡ്രൽ വികാരി ഫാദർ കുര്യൻ താമരശ്ശേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 27-ാം തീയതി ചൊവ്വാഴ്ച കത്തീഡ്രലിലാണ് തിരുനാൾ തുടക്കം കുറിക്കുക. അന്ന് 4:30 കത്തീഡ്രലിലെ ദേവാലയത്തിൽ ഉള്ള കൊടിമരത്തിൽ കൊടിയേറിക്കൊണ്ടാണ് ഈ തിരുനാളിൻ്റെ തുടക്കം കുറിക്കുക. പിറ്റേ ദിവസവും കത്തീഡ്രലിൽ തന്നെയാണ് തിരുനാളിന് പ്രധാന വിശുദ്ധ കുർബാനയും കർമ്മങ്ങൾ നടക്കുക. അതിനുശേഷം 28-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അക്കരപ്പള്ളിയിലേക്ക് പ്രദക്ഷിണമായി പോകുന്നതാണ്. അവിടെ വെച്ച് അക്കരപ്പള്ളിയുടെ തിരുനാളിൻ്റെ പതാക ഉയർത്തലും കൊടി ഉയർത്തലും നടക്കും. അതിനുശേഷം അവിടെയും വിശുദ്ധ കുർബാനയും മറ്റു പ്രാർത്ഥനാ ശുശ്രൂഷകളും ഉണ്ടാകും. അങ്ങനെ പഴയ പള്ളിയിലെ തിരുനാളിനും ആരംഭം കുറിക്കുകയാണ്. തുടർന്ന് 29, 30, 31 തീയതികളിലാണ് പ്രധാനപ്പെട്ട തിരുനാളുകൾ പഴയ പള്ളിയിൽ നടത്തുന്നത്. സമാപന ദിവസമായ ജനുവരി 31 രാവിലെ മുതൽ വിവിധ സമയങ്ങളിൽ പരിശുദ്ധ കുർബാന നടക്കും. വൈകിട്ട് 4:30 കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ ആഘോഷമായ പരിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് 6:30 തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറങ്ങും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൈക്കാരന്മാരായ KC ഡൊമിനിക് കരിപ്പാപ്പറമ്പിൽ, അബ്രഹാം K. അലക്സ്, തിരുനാൾ കൺവീനർ ബിജു പത്യാല എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ലോട്ടറി നറുക്കെടുത്തു. ഒന്നാം സമ്മാനമായ 20 കോടി കാഞ്ഞിരപ്പള്ളി ന്യൂ ലക്കി സെന്ററിൽ വിറ്റ ടിക്കറ്റിനാണ് ലഭിച്ചത്. XC138455 നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സ്ഥാനം. 20 പേർക്ക് 1 കോടി രൂപ വീതം രണ്ടാം സ്ഥാനം ലഭിക്കും. മൂന്നാം സമ്മാനമായി 10 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. നമശിവായ മന്ത്രങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ പൂവരണി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. തൃശ്ശൂർ തെക്കേമടംവക പൂവരണി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രമുഖ്യൻ ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി കല്ലമ്പള്ളിയിലത്ത് വിഷ്ണു നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് കൊടിയേറ്റ് നടന്നത്. ജനുവരി 30 ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. തിരുവരങ്ങിൽ എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടാവും. പള്ളിവേട്ട ദിവസം നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദലയവും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പാല. റേഡിയോ നെല്ലിക്കാട്ടിയും പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 3 സ്കൂളുകളിൽ റേഡിയോ നെല്ലിക്കാട്ടിയും പര്യടനം നടത്തും. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഇന്റർനെറ്റ് റേഡിയോയായ റേഡിയോ നെല്ലിക്കാട്ടിയും പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കുക, ബാലാവകാശ സാക്ഷരത ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയുടെ ഭാഗമായിട്ടാണ് റേഡിയോ നെല്ലിക്ക ടീം സ്കൂളിലെത്തിയത്. കോട്ടയം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 3 സ്കൂളുകളിൽ പര്യടനം നടത്തുന്ന റേഡിയോ നെല്ലിക്ക ടീമിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകി. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ലളിതഗാനം, കവിതാലാപനം, വഞ്ചിപ്പാട്ട്, സമൂഹഗാനം, ചെണ്ടമേളം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ തത്സമയം സംപ്രേഷണം നടത്തി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം ജലജാമോൾ TC പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റജുമാൻ സ്കറിയ തങ്ങമ്പള്ളിൽ, അധ്യാപകരായ ജൂലി ജോസഫ്, ജോബി വർഗീസ്, ഷോബി ജോൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, പാല. പാലാ ജനറൽ ആശുപത്രി പുത്തൻപള്ളിക്കുന്ന് റോഡിന്റെ നവീകരണ പ്രവർത്തനം തുടങ്ങി. 2 കോടി രൂപയാണ് ആദ്യഘട്ടമായി അനുവദിച്ചിട്ടുള്ളത്. പാല ജനറൽ ആശുപത്രി പുത്തൻപള്ളിക്കുന്ന് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട നിർമ്മാണോദ്ഘാടനം രാവിലെ 10-ന് ആശുപത്രി ജംഗ്ഷനിൽ മാൻസി കാപ്പൻ MLA നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ ദിയ ബിനു അധ്യക്ഷത വഹിച്ചു. 540 മീറ്റർ ദൂരമുള്ള ജനറൽ ആശുപത്രി പുത്തൻപള്ളിക്കുന്ന് റോഡിന്റെ 150 മീറ്റർ വീതി കൂട്ടി ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ജനറൽ ആശുപത്രി ഭാഗത്ത് റോഡ് വീതി കൂട്ടുന്നതിനായി ആശുപത്രിയുടെ 2.5 സെന്റ് സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന് 1 വർഷം മുമ്പ് വിട്ടു നൽകിയിരുന്നു. കഴിഞ്ഞ ബജറ്റിലാണ് 2 കോടി രൂപ അനുവദിച്ചത്. റോഡിന്റെ ബാക്കി ഭാഗം വീതി കൂട്ടി നിർമ്മിക്കുന്നതിനും 20 കോടി രൂപ കൂടി വേണമെന്ന ബജറ്റിൽ ആവശ്യപ്പെട്ടിരുന്നു. 9 ഭൂവുടമകളുടെ സ്ഥലം ഏറ്റെടുത്താൽ മാത്രമേ റോഡിന്റെ വികസനം പൂർത്തിയാവുകയുള്ളൂ. നൂറുകണക്കിന് ആളുകൾ ദിവസവും കടന്നു പോകുന്ന റോഡിലെ വളവുകളും കയറ്റിറക്കങ്ങളും വീതി കുറവും ഡ്രൈവർമാർക്ക് വലിയ കഷ്ടപ്പാട് സമ്മാനിച്ചിരുന്നു. ഏറെ ദുരിതം സഹിച്ചാണ് ഇതുവഴി വാഹനങ്ങൾ ഓടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലാവസ്ഥാ വ്യതിയാനം വില്ലനാകുന്നു. പശുക്കളിൽ പാൽ ഉൽപാദനം കുറഞ്ഞു. ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പാൽ വില വർദ്ധിപ്പിക്കണമെന്നാവശ്യം. കേരളത്തിൽ നിന്ന് ആരംഭിച്ച അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കോട്ടയത്ത് സ്വീകരണം. പുതിയ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന കാര്യം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. സംസ്ഥാനത്ത് ജന്തുക്ഷേമ ദ്വൈവാരാചരണത്തിന് തുടക്കം. ജനുവരി 31 വരെ വാരാചരണം. മൃഗങ്ങളോടുള്ള ക്രൂരത തടയുക ലക്ഷ്യം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലും പഴയ പള്ളിയിലും തിരുനാൾ. ജനുവരി 27-ന് കൊടിയേറ്റ്. 30-ാം തീയതി പട്ടണം ചുറ്റി പ്രദക്ഷിണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.